കാന അലാ റബ്ബിക ഹത്മൻ മഖളിയ, നിന്റെ സൃഷ്ടികർത്താവായ തമ്പുരാൻ ഖണ്ഡിതമായി സുദൃഢമായി കൃത്യമായി നിശ്ചയിച്ച അവന്റെ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെയും അവന്റെ നിയമ പദ്ധതികളുടെയും ഭാഗമാണത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗമാണ് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും. ആ നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്ന കോടാനക്കോടി മനുഷ്യരിൽ നിന്ന് ആദം അലൈഹിസ്സലാം മുതൽക്ക് ലോകത്തിന്റെ നാശത്തിന്റെ ഏറ്റവും അവസാനത്തെ മിനിറ്റിൽ ജനിച്ചു വീണ കുഞ്ഞുവരെയുള്ള കോടിക്കോടി മനുഷ്യരെ, ചക്രവർത്തിയെയും അനുയായിയെയും പണക്കാരനെയും പണിക്കാരനെയും പണ്ഡിതനെയും പാമരനെയും ഒക്കെ നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടിട്ട് നരകം കാണിച്ചു കൊടുത്ത് വിറച്ചു നിൽക്കുന്ന, പേടിച്ചു നിൽക്കുന്ന ആ ജനസഞ്ചയത്തിൽ നിന്ന് പിന്നീട് രക്ഷപ്പെടുന്നത് സൂക്ഷ്മത പാലിച്ചവർ മാത്രമായിരിക്കും രക്ഷപ്പെടുക. തീർച്ചയായും അല്ലാത്ത ആളുകളെ ആ നരകത്തിലേക്ക് നാം നിശ്ചയമായും വലിച്ചെറിയുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം കൃത്യമായി അപഗ്രഥിക്കുകയാണ്. ഈ ആയത്ത് അനുസ്മരിച്ചപ്പോൾ, ഈ ആയത്ത് മനസ്സിൽ വന്നപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറയുന്നതും കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങൾ പങ്കിടുന്ന ഒരു വേളയിൽ തന്റെ പ്രിയപ്പെട്ടവളുടെ മടിയിൽ കിടന്ന് അദ്ദേഹം കരയുന്നതും. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമ്മളൊക്കെ കരഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും. പഠനത്തിന്റെ ഇടവേളയിൽ പ്രിയപ്പെട്ട പിതാവ് അപ്രതീക്ഷിതമായി യാത്ര പറയുമ്പോൾ, ഏതോ യതീംഖാനയുടെ തൂണിൽ പിടിച്ച് പൊട്ടിക്കരയേണ്ടുന്ന അനാഥത്വം നമുക്ക് ജീവിതം സമ്മാനിക്കുമ്പോൾ, പ്രിയപ്പെട്ട പെങ്ങളെയും വിധവയായ ഉമ്മയെയും സംരക്ഷിക്കേണ്ടി വരുമ്പോൾ, തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട പിഞ്ചോമനെ പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരിച്ചപ്പോൾ, താൻ പ്രതീക്ഷിച്ച മാർക്കൊരു പേപ്പറിൽ കിട്ടാതിരുന്നപ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ, താൻ ഇഷ്ടപ്പെട്ട കളിക്കാരൻ, താൻ ഇഷ്ടപ്പെട്ട സിനിമാ നടൻ, താൻ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രമുഖൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ, താൻ ഇഷ്ടപ്പെട്ട ടീം തോറ്റു എന്നറിഞ്ഞപ്പോൾ, ലോകത്തെ ഏതോ ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പോരാട്ടത്തിൽ, അതിശക്തമായ ഏതോ ഒരു കായിക പോരാട്ടത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നറിഞ്ഞപ്പോൾ, ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ തേങ്ങിയവരും കണ്ണു നിറച്ചവരും സങ്കടപ്പെട്ടവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. മിനി സ്ക്രീനിന്റെ മുന്നിലിരുന്ന് തേങ്ങിക്കരയുന്ന സിനിമാ നടിയുടെ ഗ്ലിസറിൻ തേച്ച് കരയുന്ന പെണ്ണിന്റെ കൂടെ കരഞ്ഞവരും ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ 15ാമത് പ്രോഫ്കോണിന്റെ ഈ സായാഹ്നത്തിൽ ഈ പ്രൗഢമായ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തർ ആലോചിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്റെ ശൈശവവും കഴിഞ്ഞ്, എന്റെ ബാല്യവും കടന്ന്, യുവത്വത്തിന്റെ കടത്തുതോണിയും കടന്ന്, മരണത്തിന്റെ കടവും കടന്ന് ഞാൻ ഒരിക്കലും നശിക്കാത്ത അന്ത്യയാത്രയിലേക്ക് തിരിക്കപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ എന്റെ സ്ഥിതി എന്തായിരിക്കും, അതിന്റെ ശേഷമുള്ള എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന അർത്ഥത്തിൽ ആലോചിക്കാനോ ചിന്തിക്കാനോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. നരകത്തെയും സ്വർഗത്തെയും സംബന്ധിച്ച് പറഞ്ഞ ഒരു ഹദീസ്. എന്റെ വിഷയം നരകവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നരകവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ചേർത്ത് വെച്ച വാചകം ഞാൻ പറയട്ടെ. അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമയോട് പറഞ്ഞു, യാ ജിബ്രീലു ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, ജിബ്രീലേ ചെല്ലു, ലോകത്തെ ധിക്കാരിയെയും ക്രൂരനെയും അക്രമിയെയും തമ്മാടിയെയും ശിർക്ക് ചെയ്തവനെയും അധർമ്മങ്ങളുടെ ഇരുട്ടിൽ താമസിച്ചവരെയും ഒക്കെ സൃഷ്ടിക്കാൻ ഞാൻ സൃഷ്ടിച്ച നരകം നീ ഒന്ന് പോയി കണ്ടുവരൂ. കണ്ടുവന്ന ജിബ്രീൽ പറഞ്ഞു, യാ റബ്ബി വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലുഹാ, പടച്ചവനെ, നരകത്തെ കുറിച്ച് കേൾക്കുന്ന ഒരാൾക്കും ആ നരകത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല. നരകത്തിന്റെ വർണ്ണനകളും നരകത്തിന്റെ ഭീകരാവസ്ഥയും അതിലെ ശിക്ഷയും കേട്ട ഒരാൾക്ക് പിന്നീട് ഒരിക്കലും ആ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അവരേർപ്പെടുകയില്ല എന്നാണ്. പ്രോഫ്കോണിന്റെ സംഘാടകർ നരകമെന്നൊരു വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ നിശ്ചയിച്ചത് ഈ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സുഹൃത്തുക്കളെ, നരകത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും
അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചുണ്ടിലൂടെ ലോകം ശ്രദ്ധിച്ച വേദഗ്രന്ഥവും മനുഷ്യർക്ക് മുന്നിൽ വെച്ച പദപ്രയോഗങ്ങൾ മനുഷ്യന്റെ ഹൃദയ ഭിത്തികളെ പിച്ചി ചിന്തി അവന്റെ കരൾ പറിച്ചെടുത്ത്, എടോ മാറാൻ നിനക്ക് നേരമായിട്ടില്ലേ, അധർമ്മങ്ങളുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിന്റെ നന്മയിലേക്ക്, സ്വകാര്യ ജീവിതത്തിന്റെ അവിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയുടെ ജീവിത വിധാനങ്ങളിലേക്ക് തിരിച്ചു പോരാൻ നിനക്ക് നേരമായിട്ടില്ലേ എന്ന് ആ ഓരോ നരകവുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, ലൗ തഅലമൂന മാ അലം ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ. മനുഷ്യരെ മനുഷ്യരെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ ദീനിൽ, വിശേഷിച്ച് നരകവുമായി ബന്ധപ്പെട്ട് റബ്ബിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്കെങ്ങാനും അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കൊള്ളുമായിരുന്നു, നിങ്ങൾക്ക് റിലാക്സേഷനുകൾക്ക് സമയമുണ്ടാകില്ലായിരുന്നു, നിങ്ങൾക്ക് ആർത്ത് വിളിക്കാൻ പറ്റില്ലായിരുന്നു, നിങ്ങൾക്ക് കേവലമായ ടൈം പാസിങ്ങിന് ഇടവില്ലായിരുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ പരുക്കുകളില്ലാത്ത ഒരു ജീവിതം നയിക്കുക സാധ്യമല്ലാതിരുന്നു. അല്ലേ? സ്വർഗം ലഭിക്കണമെങ്കിൽ അതിശക്തമായ പരുക്കുകൾ ഒരു മനുഷ്യൻ സഹിച്ചേ പറ്റൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വ്യക്തി ജീവിതത്തിൽ കൃത്യമായ ചില ക്ഷതമേൽക്കലുകൾ നിർബന്ധമാണ്. അത് കൂട്ടുകാരനുമായുള്ള ഇടപാടിലായിരിക്കാം, ചിലപ്പോൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട തലത്തിലായിരിക്കാം, ചിലപ്പോൾ താൻ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ക്യാമ്പസിന്റെ റൂമിലെ 4 സുഹൃത്തുക്കൾക്കിടയിൽ മദ്യത്തിന്റെ ബോട്ടിൽ തന്റെ മുന്നിൽ പൊട്ടിക്കുന്ന സുഹൃത്തുക്കൾക്കിടയിൽ അതിശക്തമായ രാജ്യപ്രഖ്യാപനവുമായി, വിയോജിപ്പിന്റെ ശബ്ദവുമായി, ധാർമ്മികതയുടെ വെളിച്ചവുമായി അവരിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള പരിഹാസങ്ങളായിരിക്കാം ചിലപ്പോൾ. എന്ത് സഹിച്ചാണെങ്കിലും നിങ്ങൾ പിടിച്ചു നിൽക്കുമായിരുന്നു, എനിക്കറിയുന്നത് നിങ്ങൾക്കും അറിയുമായിരുന്നു എങ്കിൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നരകമെന്നത് ഒരു മനുഷ്യൻ കണ്ടു തുടങ്ങുന്നത് വിചാരണയും കഴിഞ്ഞ് സിറാത്തും കടക്കാൻ കഴിയാതെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നിമിഷം മുതൽക്കല്ല, മറിച്ച് ജീവിതത്തിന്റെ ഏതോ ഒരു വേളയിൽ അറിയാത്ത ഒരു നേരത്ത് മരണം നമ്മിലേക്ക് വരുന്നു. മരണം ശരീരത്തിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. നാടതിന് ക്യാൻസർ എന്ന് പേര് വിളിച്ചു, വേറെ ചിലപ്പോൾ അതിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പേര് വിളിച്ചു. ശരീരത്തിലെ 100 കണക്കിന് രക്തധമനികളിലെ ഏതോ ഒരു കുഴലിലെ ഏതോ കേവലമായ ഒരു ബ്ലോക്ക്, ആകാശങ്ങളിൽ വിരിഞ്ഞ നക്ഷത്രങ്ങളെക്കാളും വലിയ മോഹങ്ങളോളം ജീവിച്ച മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോകുന്ന മരണം അവന്റെ മുന്നിൽ വരുന്ന നിമിഷങ്ങൾ മുതൽക്ക്, അവനെ മണ്ണിലേക്ക് വെക്കുന്ന നിമിഷങ്ങൾ മുതൽക്ക് അവന്റെ മുന്നിൽ തീർച്ചയായും സ്വർഗ നരകങ്ങൾ പ്രത്യക്ഷപ്പെടുത്തപ്പെടുമെന്നാണ്. ഇന്നഹദകും ഇദാ മാ തഉരിള അലൈഹി മഖഅദഹു, തീർച്ചയായും അവന്റെ ഇരിപ്പിടം അത് നരകത്തിൽ നിന്നാണെങ്കിൽ നരകത്തിൻ്റെത്, സ്വർഗത്തിൽ നിന്നാണെങ്കിൽ സ്വർഗത്തിൻ്റെത് ഖബറിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. പള്ളിക്കാട്ടിൽ പുൽക്കാടുകൾക്കിടയിൽ ഞാൻ എൻ്റെ ശ്മശാനത്തിൽ കിടക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളി അങ്കണങ്ങളിൽ കിടക്കുന്ന മനുഷ്യർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് നരകമാണെങ്കിൽ നരകം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് സ്വർഗമാണെങ്കിൽ സുഹൃത്തുക്കളെ ആ സ്വർഗം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ കാവൽക്കാരെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ കിതാബ് ഓതിയിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖുവൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ. വഖൂദുഹന്നാസു വൽ ഹിജാറാ, അവിടെ കത്തിക്കപ്പെടുന്നത് ഒന്ന് കല്ലാണെങ്കിൽ രണ്ടാമത്തത് മനുഷ്യനാണ്. അടുപ്പിലെ ആ 3 കല്ലുകൾ മനുഷ്യന്റെ തീ കൊണ്ട് കത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ അസ്ഥികൂടങ്ങളും മനുഷ്യന്റെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങളും വൈറ്റ് പൗഡർ ഇട്ട് അവൻ സംരക്ഷിക്കുന്ന മുഖവും രാവിലെ ഏതെങ്കിലുമൊക്കെ എക്സർസൈസോ പ്രാക്ടീസുകളോ ചെയ്ത് അവൻ കരുത്താർജിപ്പിക്കുന്ന അവന്റെ അവയവങ്ങളും കല്ലിന്റെ കൂടെ കത്തുന്ന അതിശക്തമായ ആ നരകത്തീയിന്റെ കാവൽക്കാരായിട്ടുള്ളത് മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. ക്രൂരമായ ഭാവത്തോടുകൂടെ പെരുമാറുന്ന, അതിശക്തമായി പെരുമാറുന്ന റബ്ബിന്റെ കൽപ്പന ഒരു നിമിഷം പോലും തെറ്റിക്കാത്ത മലക്കുകളാണ്. അവരെത്ര പേരുണ്ട്? ഖുർആൻ തന്നെ പറഞ്ഞു, അലൈഹാ 19
അവിടെ 19 കാവൽക്കാരാണ് നരകത്തിനുള്ളത്. ഈ ആയത്തിറങ്ങുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിൽ ചർച്ച വന്നു. അവരിൽപ്പെട്ട ഒരു പ്രധാനി പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും 10 ആള് കൂടിയാൽ ഒരു മലക്കിനെ തള്ളി